കൈ അടുത്ത് മോളെ നോക്കേ, അച്ഛന്റെ അസുഖം മാറിന്റെ അടുത്ത് പോവാം. പകരുന്ന രോഗം അച്ഛനെ. ആനക്കൂട്ടത്തെ കണ്ട് ഷോക്കായ മനസ്സല്ലേ, അതൊന്ന് നോർമൽ ആകുന്നവരെ ഏത് മൃഗത്തെ കണ്ടാലും ഭയം തോന്നും. ആനിമൽ ഫോബിയ. സാർ വരൂ. 4 ദിവസം മാറിയിരുന്നപ്പോ നീ ആളെ മറന്നോടാ നന്ദി കേട്ട നായെ. ഇനി നിന്നിവിടെ കണ്ടുപോരുത്. ഇരിക്കൂ. മുറിവെല്ലാം കരിഞ്ഞു, പക്ഷെ എല്ലിന് അല്പം കുഴപ്പമുണ്ട്. ഒപ്പിടാൻ ഒരു വിഷമം. വല്ലാതെ ക്ഷീണുണ്ടോ മോനെ? ക്ഷീണം കാണും. കാറിൽ വെച്ച് എന്നോട് പറഞ്ഞു അല്പം കിടക്കണമെന്ന്. സാറ് കിടന്നാട്ടെ. രോഗം പൂർണ്ണമായും വിട്ടിട്ടില്ല. ശരീരം വിളയേറുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാഡം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു ദിവസം സാറിനോടൊപ്പം ഇവിടെ ഇരുന്ന് എനിക്ക് ഓഫീസ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ മുറിയിൽ നിന്ന് മാറണമായിരിക്കും. അല്ലെങ്കിൽ മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാ. സാറേ, എനിക്ക് വിശക്കണം. അടുക്കളയെന്നല്ലോ മാറ്റിയാ. ഉറങ്ങാണ്. എന്നാലും ഞാനൊന്ന് കണ്ടോട്ടെ. എവിടെയൊക്കെയാണ് പരിക്ക്? വലതുകൈയിൽ ചെറിയൊരു പരിക്കേ ഉള്ളൂ. ഭാഗ്യം. ദേവൻ, വിസിറ്റേഴ്സിനെ ആരെയും ആശുപത്രിയിൽ വന്നപ്പോഴും നിങ്ങൾ എന്നെ തടഞ്ഞു. ഇനി അത് പറ്റില്ല. ദേവൻ, തെറ്റിദ്ധരിക്കരുത്. രോഗത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്കറിയില്ല. മനഃപൂർവ്വം ഞങ്ങളത് മറച്ചു വെച്ചതാണ്. പൊതുജനങ്ങൾക്കിടയിൽ മന്ത്രിയുടെ അസുഖം ഒരു വാർത്തയായിരുന്നു കരുതി. ആ നിലയ്ക്ക് നിയന്ത്രണം വേണ്ടിവരും വീട്ടുകാർക്ക് പോലും. വേണോട്ടാ, ദേവൻ മന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള ചങ്ങാതി. അങ്ങേർക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി വന്നാൽ ചാകാനും മടിക്കാത്തവൻ. ആൾ അപകടകാരിയാണ്. അടുക്കുമ്പോൾ സൂക്ഷിക്കുക. കിടന്നോളൂ. എനിക്കൊരു സമാധാനമില്ല മോനെ. അമ്മ വിഷമിക്കണ്ട. ഈ പറയുന്നത് പോലെ ഒന്നും കാണില്ല. മന്ത്രിമാരാവുമ്പോ ചെറിയ സൂക്കേടാണെങ്കിലും വലിയ ചികിത്സയാണ് വിധിക്കുക. ഏതായാലും അമ്മയ്ക്ക് കുറെ ദിവസം മകനെ അടുത്ത് കിട്ടിയില്ലേ. ടൂറില്ല, ഉദ്ഘാടനമില്ല, പ്രസംഗമില്ല. സുഖം. സാർ ഉറങ്ങാണ്. ഈ ഫോണിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഹോട്ടലിൽ നമ്പർ തന്നിട്ടില്ലേ? കുഴപ്പമില്ല. അളിയൻ എന്നെ തോട്ടണ്ടി കോർപ്പറേഷനിൽ ആളിവിടെ പേറ്റന്റ് ആയിട്ട് കിടക്കണം. പിന്നെയല്ലേ നിങ്ങളോട് തോട്ടണ്ടി? എനിക്ക് ഒഫീഷ്യലായിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്ലീസ് പ്ലീസ്. എത്ര ദിവസമായി മുടിഞ്ഞ് കിടപ്പ് കിടക്കുന്നു ഇവിടെ? ഒരു 2 ദിവസം കൂടി ഇവിടെയുള്ളവരുമായിട്ടൊന്ന് പരിചയപ്പെടുന്നു വരെ. അത് കൊള്ളാം. പരിചയപ്പെടാനോ? ഇനി ലേശം എന്തെങ്കിലും അകത്തോട്ടല്ല ഇവിടെ നിൽക്കാൻ പറ്റൂല. ഒരു 100 മില്ലി പട്ട. കർത്താവേ, ഇവിടെ വെച്ചോ. അദ്ദേഹം മദ്യപിക്കില്ല, മത്സ്യമാംസം കഴിക്കില്ല, ഒരു സുഖത്ത് പോലും വലിക്കില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം ആശുപത്രി കയറി എത്തുന്നവരെ ഒരു തുള്ളി അകത്ത് ചെന്നിട്ടില്ല. എനിക്ക് എന്റെ കൈയും കാലും മറയ്ക്കുന്നു. എനിക്ക് ഉടനെ കിട്ടണം. വേണ്ട, ഞാൻ തന്നെ ഷാപ്പിൽ പോയി കുടിച്ചോളാം. ഇവിടെ വെള്ളം ചേർക്കാതെ കാണിച്ചോടല്ലോ. എല്ലാത്തിനും ഞാൻ വഴി ഉണ്ടാക്കാം. പോയി കിടക്കാൻ അതെങ്ങനെ കിടക്കും? അതെ, ഇവിടെ അടുത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കിടക്കുമാ? ചെവി കേൾക്കുകയില്ലായിരിക്കും. പോലീസ് സ്റ്റേഷൻ പുലിയാ, பயப்படாதீங்க. இங்க இப்ப பூனை கூட கிடையாது. മണി, എടാ, നമ്മുടെ മണിയല്ലേ അത്? മണി മണി മണി, നിർത്ത വണ്ടി നിർത്ത. മണി മണി മണി, നീ എവിടെയായിരുന്നു? മണി ഇറങ്ങി. ഞാൻ മന്ത്രിയാണ്. ഏത് മണി? ഞാൻ മണിയല്ല, മന്ത്രിയാണ്. എന്തൊരു കഷ്ടമാണത്. ഞാൻ മന്ത്രിയാണെന്ന്. ഹോം മിനിസ്റ്റർ. ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരെ നിങ്ങളുടെ ആൾക്കാരുടെ കൈകൾ വെറുതെ ഇരുന്നിട്ടില്ല.
ഇനി എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. പ്ലീഷ ഉവ്വ്. കണ്ടസ്വാമിയുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാമോ? അറിയില്ല. സ്വന്തം ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ പോയി, ഞാൻ അറിയാതെ. പിന്നെ അവന്റെ ഭാര്യ പോലും അവന്റെ ജീവനോട് കണ്ടിട്ടില്ല. 4 പീസസ് ആക്കുളം കായലിൽ ഡെഡ് ബോഡി. കേസ് അന്വേഷിക്കാൻ വന്ന മീശ രമേശൻ അറിയോ എന്ത് പറ്റി? 2 പീസസ് തമ്പാനിൽ റൈവേ ക്ലാസ്. അതാണ്ടാകയ്യ. എന്റെ പണം പറ്റിച്ച് കടന്നു കളയാമെന്ന് കരുതിയാണ് റാസ്കൽ. നീ 5 പീസസ് അറിയോ? നിന്റെ അമ്മ. അരുത്. ദയവായി എന്നെ വിശ്വസിക്കൂ, ഞാൻ മണികണ്ഠനല്ല, മന്ത്രിയാണ്. പിന്നെ അത് തന്നെ പറയുന്നു. ഒരു മീശ വെച്ച തിരിച്ചറിഞ്ഞെന്ന് കരുതിയടാ നിന്റെ മീശ. എന്നെ ഇതും കുടമ്പല്ലോ. സഹോദരി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പിന്നെ അണ്ണാ അവര് തിരിപ്പ് കിടച്ചാച്ചില്ല. ഇനിയല്ല ഞാൻ നോക്കിക്കോളാം. சரி ஆனா முதல்ல அந்த மீச எடுக்க சொல்லி சாயங்காலம் வேஷம் போட்டு ஆட வேண்டியதா? ആടണോ? ஆடுற கொன்னாலே ആടുവാങ്ക ആടുവാങ്ക. இனிமே அவன் பொறுப்பெல்லாம் உன் கையில ഞാൻ வா சோனி. വാ പോവാ. என்கிட்ட ஒரு வார்த்தை கூட சொல்லாம போயிட்டீங்கல்ல. நான் போகாத கோயில் இல்ல, கும்பிடாத சாமி இல்ல. இன்னொரு வாட்டி இப்படி செஞ்சீங்க சத்துக்களைங்க. எனக்கு தெரியும் நீங்க எங்க போயிருந்தீங்கன்னு. தண்ணி எல்லாம் சாப்பிட்டு நாடெல்லாம் சுத்தி கஞ்சா போட்டு மயங்கி கிடந்திருப்பீங்க. அந்த சீத்த பழக்கம் தான் விட்டுடுங்களேன். எத்தனை வாட்டி நான் சொல்றது? என்ன இன்னொரு வாட்டி கட்டி பிடிக்கணுமா? என்னாச்சு? ஒண்ணுக்கு போணுமா? இதோ அங்க இருக்கே, தெரியாதா? சீக்கிரம் வாங்க. നിക്കടാ അവിടെ, ഒളിച്ചു പോകുന്ന പിടിച്ചെടുത്തോടാ. പിന്നെ അത് അയ്യോ. മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം വിനാപിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. നിർത്തണേ. എന്തിനാണ് സാർ വണ്ടി നിർത്തിയത്? ആര് തന്നെ വണ്ടി എടുത്തത്? ആശിങ്കം. ഞാൻ പാട്ട് നിർത്താനല്ലേ പറഞ്ഞത്? ഓ, മനുഷ്യന് കേൾക്കാൻ പറ്റിയ പാട്ടൊന്നുമില്ലേ മുല്ലമ്മ? ഇതേ വെക്കാവുന്ന സാറ് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നാ? എന്നാ ഞാൻ പറയുന്നു ഇപ്പൊ. അത് പോട്ടെ സാർ, സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് ചിന്ന ചിന്ന ആസൈ ചിറകടിക്കും ആസൈ ഇതാ ഇല്ലേ? മുത്തു മുത്ത. എടാ സാർ ആശയിട്ടൂടെ? சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை வெண்ணிலவு നമസ്തേ ജി. സെറ്റപ്പ് കൊള്ളാമല്ലേ? ഇത് കേരളമാണോ സാറേ? അല്ല, ആഫ്രിക്ക. അവിടെ ഇരിക്കേ. ആ മാല അടിച്ചു മാറ്റുപണി. സ്പ്രിങ് സ്പ്രിങ്. ഫോണ് ഫോണ് അലക്സ് സാറേ, ഫോണ്. ഇത് ഇതല്ല, ഇവിടെ യെസ്, വരാൻ പറയൂ. എന്നാ സാധനം? എഴുന്നേറ്റ് കൈ കൂപ്പി പ്രാർത്ഥിച്ചു നിന്നോളൂ. പ്രാർത്ഥിക്കാനാ? അതാണ് വേണുഗോപാൽ സാറിന്റെ പതിവ്. വാ ഇവിടെ. അയ്യോ, ഗാന്ധിയിൽ സെക്രട്ടറിമാരാണ് വരുന്നത്. പെണ്ണിന്റെ പേര് സ്റ്റെല്ല. അങ്ങോട്ട് നോക്കരുത്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമസ്തേ. നമസ്തേ സാർ. ആ നമസ്കാരം. സാർ അപകടത്തിൽപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ കൃഷ്ണൻകുട്ടി നായർ വല്ലാതെ വിഷമിച്ചു. ഓ കൃഷ്ണൻകുട്ടിനാരെ? അതെ സാർ. ബാലകൃഷ്ണൻ നായര് ദിവസവും ഫ്ലവേഴ്സ് കൊടുത്തയക്കുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അതെ. കരിമീനോ? അല്ലല്ല, മിസ്റ്റർ കരീം സമാധാനമായെന്ന് പറയായിരുന്നു. കമോൺ കമോൺ. എന്താ സാർ? ഒന്നുമില്ല. മിനിസ്റ്ററുടെ അസുഖം ഭേദമായെങ്കിലും നോർമലാകാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. അതുവരെ ഓഫീസ് വർക്കുകൾ അധികം ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വാക്കിലോ പ്രവൃത്തിയിലോ സ്ലിപ്പ് ചെയ്തെങ്കിൽ സഹായിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ? ഷുവർ സാർ. താങ്ക് യു.
பண்ணி கிரவுண்ட்ல போட்டுடுவேன். ஓடுறா ஜிம்கி. അണ്ണ അഡ്വർടൈസ്മെന്റ് ചെയ്യണ്ട. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ. നല്ലവരായ സുഹൃത്തുക്കളെ, അല്പനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വിക്ടറി കാർണിവലിലേക്ക് മടങ്ങിയെത്തിയ നിങ്ങളുടെ ഏവരുടെയും രോമാഞ്ച കഞ്ചുകമായ മണികണ്ഠൻ ഇന്ന് ഈ സ്റ്റേജിൽ ചിരങ്കേറിയുകയാണ്. നയന മനോഹരിയായ കനകത്തിനോടൊപ്പം എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഏവരും അക്ഷമരായിരിക്കണം. ഫസ്റ്റ് ഐറ്റം ചൊളിക്കപ്പിച്ചപ്പിച്ചൈ ഉടനെ ആരംഭിക്കുന്നതാണ്. സൂപ്പർ. അണ്ണാ റെഡി. സ്റ്റേജിലേക്ക് പോയിക്കോ. അയ്യോ എനിക്കറിയില്ല. ഇന്നലെ വരെ ആടറിയാ, ഇന്നറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ஐயோ நீங்க வாங்க தொடர்ந்து கேளுங்க. என்ன வேணும்? ഹലോ 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 ഹലോ. ചീഫ് മിനിസ്റ്റർ കണക്ട് ചെയ്യൂ. ചീഫ് മിനിസ്റ്ററാ? പുരட்சி தலைவி ஜெயலலிதா அம்மாவையா? எக்ஸ்கியூஸ் மீ, ஸ்தலம் ஏதா? தக்கல, தமிழ்நாடு. ஓ மை காட். ஆமா தங்கச்சி, உனக்கு என்ன வேணும்? நீ எங்க இருந்து வர்ற சொல்லு. Believe me, I am the Home Minister of Kerala. Home Minister of Kerala. ஏ மாரிமுத்து, இங்க வந்து பாருடா Home Minister of Kerala-வே. Please help me. Help me please. மன்னிச்சிருங்க சார். இவர் 2 நாளா ஹோம் மினிஸ்டர் சொல்லிட்டே இருக்கு. இவன் டான்ஸ் குரூப்ல மெயின் டான்சர் மணிகண்டன் சார். அப்படியா? அம்பளையா? ஆமா, இதெல்லாம் ஒரு செட்டப் சார். பார்த்தா அழகா இருக்கு. Believe me, I am the Home Minister of Kerala. பேசக்கூட கொன்னுடுவேன். டேய் கூட போடா. துட்டு வாங்கலையா? போய் ஆடு. போடா. போடா. I am the home. Please leave me. ரொம்ப நன்றி சார். போடை. வந்து கவனிக்கிறேன். காசு வாங்கிட்டு வேலை செய்ய தெரியாது. ஹோம் மினிஸ்டரா? பைத்தியக்கார கேஸ். 150. 100. ஆயிங்க. സത്യാഗ്രഹം ചെയ്ത് എപ്പോഴാ തുടങ്ങിയേ? ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല തിരുവേനി. പെട്ടെന്നായിരുന്നു ഒരു മാറ്റം. മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്റ്റേജിൽ കയറാനാണെങ്കിൽ ഭയങ്കര മടി. ഇപ്പൊ പണ്ടത്തെ പോലെ ഡാൻസും ചെയ്യുന്നില്ല. ഒരു മറവി. താൻ മറ്റൊരാളാണെന്ന് തോന്നുക. അഷ്ടാംഗ ഹൃദയത്തിൽ ഈ മനോരോഗ ലക്ഷണത്തെ പറ്റി പരാമർശമുണ്ട്. പരകായ ചിന്തയും വിസ്മൃതിയും. ഇവിടെ തന്നെ പലരും വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞൊരുത്തൻ, ശേഷനാണെന്നും പറഞ്ഞ് മറ്റൊരുത്തൻ, ജഡ്ജി ആണെന്നും പറഞ്ഞ് വേറൊരുത്തൻ. അവൻ ശരിക്കും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. അയ്യോ
മരുന്നായില്ലേ? അയ്യോ എന്നയ്യാ ഇത് മുളകാവാ? അയ്യോ വേണയ്യാ. ഭയപ്പെടാനൊന്നുമില്ല. രോഗം ഭേദാവണ്ടേ? കരണ്ടടിപ്പിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഒരു പ്രയോഗം അത് കാന്താരി നയനലേപം. കാന്താരി നയനലേപം ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ. ഏതായി കുരങ്ങൻ? நம்மளுதான். അച്ഛന് വേണ ஐயோ அண்ணா சொல்லுங்க அண்ணா சொல்லுங்க.